ചെമ്മീൻ ഞാനിത് വറുത്തെടുത്തു കേട്ടോ. ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ ഇത് തേങ്ങ വറക്കാൻ പോവാണ്. തേങ്ങയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, പച്ചമുളക് ഒരു 3 ഉണ്ട്. ഇതെല്ലാം കൂടി വറുക്കുക. ബ്രൗൺ കളറൊന്നും ആവണ്ട, അതിപ്പോൾ അത് മാറിക്കഴിഞ്ഞു ഞാൻ നിർത്തിക്കാം. ഇതിൽ ഞാൻ പച്ചമുളക്, ഉപ്പ്, ചെറിയ ഉള്ളി, ഇത്രയും കാര്യങ്ങൾ, തേങ്ങ, ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ പോവാണ്. നമുക്കിത് അരച്ചെടുക്കാം. തേങ്ങ ഒരുവിധം അരഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൽ പുളിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളി ഞാൻ തേങ്ങ വറുക്കുമ്പോൾ തന്നെ ചേർത്തു. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങയും നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. എല്ലാം വറുത്തെടുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചെമ്മീനും കറിവേപ്പിലയും പച്ചമുളക് ഞാൻ അതിലിട്ടിട്ടുണ്ട്, ഇതിലും ഇട്ടിട്ടുണ്ട്. മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി, അത് അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. പച്ചച്ചോവയൊന്നും ഉണ്ടാവില്ല. ആ റോ ടേസ്റ്റൊക്കെ പോകും. നമ്മളെല്ലാം വറുത്തെടുത്തിട്ടാണ് ചെയ്യണേ. മാങ്ങയാണെങ്കിൽ മാങ്ങയും വറക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ്.